നമസ്കാരം. ഇന്ന് കേരളത്തിൽ എന്ത് ദിനമാണെന്നറിയാമോ? വിഷു ദിനം. വിഷുവിൻ്റെ പിന്നാലെ എൻ്റെ കഥയാണ്. അത് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. നരകാസുരൻ എന്ന് പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു. അവൻ വളരെ ക്രൂരനായിരുന്നു. വരാഹത്തിൻ്റെയും ഭൂമി ദേവിയുടെയും മകനായി ജനിച്ച അവൻ കഷ്ടം കൊണ്ട് ഒരു ദുഷ്ട അസുരനായി മാറി. അവൻ്റെ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് എല്ലാവർക്കും മതിയായി. ഭഗവാൻ വിഷ്ണു അപ്പം കൃഷ്ണനായിട്ട് ജനിച്ചിരുന്നു. നരകാസുരന്റെ സ്വന്തം അമ്മ ഭൂമി ദേവി സത്യഭാമ ദേവിയായിട്ടും ജനിച്ചു. കൃഷ്ണൻ സത്യഭാമയും കല്യാണം കഴിച്ചു. അപ്പം പിന്നെ ഇച്ചിരി ദിവസം കഴിഞ്ഞു നരകാസുരന്റെ കൂടെ കൃഷ്ണന്റെ ഒരു യുദ്ധം ഉണ്ടായി. സത്യഭാമ കൃഷ്ണന്റെ കൂടെ പോയി. അപ്പൊ നരകാസുരന് ബ്രഹ്മദേവനിൽ നിന്നൊരു വരം കിട്ടിയായിരുന്നു. ആ വരമായിരുന്നു സ്വന്തം അമ്മ മാത്രമേ തന്നെ കൊല്ലുള്ളൂ. അപ്പം എന്തുവാ, നരകാസുരൻ വിചാരിച്ചു ഏതമ്മയും സ്വന്തം കുട്ടിയെ കൊല്ലത്തില്ല. അപ്പം സത്യഭാമയ്ക്ക് അറിയില്ല നരകാസുരൻ സ്വന്തം മകനാണ്. അപ്പൊ സത്യഭാമ കൃഷ്ണനെ നരകാസുരൻ ഹേർട്ട് ചെയ്തപ്പോ നേരെ ഭദ്രകാളിനി സ്വരൂപം പോലെയായി നേരെ നരകാസുരനെ കൊന്നു. അപ്പോൾ ഈ ദിവസം കേരളത്തിൽ വിഷുദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമെന്ന് പറയാം. പക്ഷെ വേറൊരു കഥയും കൂടിയുണ്ട്. രാമൻ രാവണനെ കൊന്ന ശേഷം സൂര്യദേവൻ കിഴക്കേ ഭാഗത്ത് ഉദിച്ചു. ഇത്രയും ദിവസം കഴിഞ്ഞുള്ള യുദ്ധം കഴിഞ്ഞ് എല്ലാവർക്കും സന്തോഷമായി. വിഭീഷണനെ രാജാവാക്കി. മണ്ഡോദരിയെ വിഭീഷണന്റെ കയ്യിൽ രാമൻ ഏൽപ്പിച്ചു. അങ്ങനെ അവർ അയോധ്യയിലേക്ക് തിരിച്ചു മടങ്ങി. അപ്പം വിഷു നമ്മളുടെ നാട്ടിൽ പോസിറ്റിവിറ്റിയുടെയും നല്ലതിൻ്റെയും സത്യസന്ധതയുടെയും ഒരു കഥയാണ്, ഒരു ഫെസ്റ്റിവലാണ്. നന്ദി.